എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസൺ മൺസൂണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഹംപിയിലാണുള്ളത്. ഹംപി വീഡിയോയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവർ ആദ്യത്തെ എപ്പിസോഡ് ഒന്ന് പോയിട്ട് കാണുക. അത് ഞാനിത് അവിടെ വീഡിയോ ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ അത് കണ്ടതിന് ശേഷം ആണ് ഇത് കാണുന്നതെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ സമയം 3:50 നമുക്ക് 4-4:30 ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇന്ന് ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ ഇന്ന് ഹംപിയുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഇവിടെയാണ് കേട്ടോ താമസിക്കുന്നത്. ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ വേണമെങ്കിൽ ഇവിടെ ബന്ധപ്പെടാം. ഇവിടെ മുകളിലാണ് നമ്മൾ താമസിച്ചത്. നമുക്ക് ഇനി നേരെ പുറത്തോട്ട് പോവാം. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ആ സൈഡിലോട്ടാണ്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കേട്ടോ. അവിടെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടാണ് പോകേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു വിരൂപാക്ഷ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ഇവിടെ കൂടുതലായിട്ടും സ്വർണം, വെള്ളി അങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ വിറ്റിരുന്ന ഒരു മാർക്കറ്റാണിത്. ഇവിടെ ഹംപിയിൽ തുംഗഭദ്ര നദിയുടെ തീരത്തായിട്ടാണ് ഈ കാണുന്ന വിരൂപാക്ഷ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. വിരൂപാക്ഷൻ എന്ന് പറയുന്നത് ശിവനാണ്. ശിവന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ കാണുന്ന വിരൂപാക്ഷ ക്ഷേത്രം. അതായത് 7-ാം നൂറ്റാണ്ടിലാണ് ഈ കാണുന്ന ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നാണ് രേഖകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ 4 ഭാഗങ്ങളിലും കവാടങ്ങൾ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ഈ കടന്നു വന്ന കവാടം എന്ന് പറയുന്നത് 50 മീറ്ററിലധികം ഉയരമുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഏറ്റവും ഉയരം കൂടിയൊരു കവാടം നമ്മളിപ്പോൾ കയറി വന്ന കിഴക്ക് ഭാഗത്തുള്ള കവാടമാണ്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് താഴെ കരിങ്കല്ല് കൊണ്ടും മേലെ ഇഷ്ടിക കൊണ്ടുമാണ്. ആ കവാടം കടന്ന് നമ്മൾ നേരെ എത്തുന്നത് ഇവിടെ ഈ മുറ്റത്തോട്ടാണ്. ഇവിടെ ഒരുപാട് ഉപദേവതന്മാരുടെ ക്ഷേത്രങ്ങളും പ്രധാനപ്പെട്ട ശ്രീകോവിൽ വരുന്ന ഭാഗത്തോട്ടുള്ള കവാടവും അങ്ങനെ എല്ലാം ചേർന്നൊരു ചെറിയ നടുമുറ്റാണ്. കയറി വരുന്ന ഭാഗത്ത് തന്നെ ശ്രീകോവിലോട്ട് നോക്കി നിൽക്കുന്ന 2 നന്ദികളെ കാണാം. 2 കുഞ്ഞു നന്ദികളായിട്ട് 2 ഭാഗങ്ങളിൽ, ശ്രീകോവിലിൻ്റെ 2 ഭാഗങ്ങളായിട്ട് അതിരിക്കുന്നത് കാണാം. അവിടുന്ന് നമ്മൾ നേരെ കടക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ശ്രീകോവിൽ ഇരിക്കുന്ന ഭാഗത്തോട്ടാണ്. അതിൻ്റെ 2 ഭാഗങ്ങളും ഉപദേവതമാരുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ കടന്നു വരുന്ന പ്രധാനപ്പെട്ട ക്ഷേത്ര ശ്രീകോവിലിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് നമ്മൾ പോകുന്ന ശ്രീകോവിലിൻ്റെ വലതുഭാഗത്തായിട്ട് നമുക്ക് മറ്റൊരു ഗോപുരം കൂടെ കാണാൻ പറ്റും. ആ ഗോപുരം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ട് തുംഗഭദ്ര നദിയിലോട്ട് ആ ഒരു ഗോപുരം വഴി നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. വേറൊരു കാര്യം എന്താണെന്നറിയോ, ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് കണക്കിൻ്റെ ഒരു എക്സ്ട്രീമാണ്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിൻ്റെ ഒരു വേറെ ലെവൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഇരിക്കുന്ന ഭാഗം ത്രികോണാകൃതിയിലാണ്. ഈ ഒരു ക്ഷേത്രം നമ്മൾ ആകാശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആകൃതി നമ്മുടെ മഞ്ഞുതുള്ളിയുടെ ആകൃതി. നിങ്ങൾ സ്നോ ഫ്ലേക്ക് എന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കൊരു പിക്ചർ കിട്ടും. അതുപോലെ വിഭജിക്കുക, വീണ്ടും കൂടിച്ചേരുക, ആ ഒരു രീതിയിലുള്ളൊരു സ്ട്രക്ചറാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. എൻജിനീയറിംഗ് വിസ്മയല്ലേ ഇതൊക്കെയല്ലേ ശരിക്കും ലോകാത്ഭുതങ്ങൾ. അതുപോലെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിനേക്കാളും മുന്നേ ഉണ്ട്. 7-ാം നൂറ്റാണ്ട്, അതായത് ക്രിസ്തുവിന് ശേഷം 7-ാം നൂറ്റാണ്ട്. നമ്മൾ ആദ്യമൊക്കെ AD എന്ന് പറയില്ലേ, ഇപ്പം അതിനെ CE എന്ന് പറയും. 7-ാം നൂറ്റാണ്ട് മുതൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വിജയനഗര രാജാക്കന്മാരാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിനു മുന്നേ തന്നെ വിരൂപാക്ഷൻ എന്ന് പറയുന്നത് ശിവനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ശിവന് പമ്പാപതി എന്ന് കൂടെ ഒരു പേരുണ്ടായിരുന്നു. അപ്പം ആ ഒരു ചരിത്രത്തെ നമുക്ക് ഹൊയ്സാല, ചാലൂക്യ കാലഘട്ടം മുതൽ തന്നെ ഇങ്ങനൊരു ക്ഷേത്രത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു പോലും. പക്ഷെ നമ്മൾ ഇന്നീ കാണുന്ന ക്ഷേത്രവും ഇതിനോടനുബന്ധിച്ചുള്ള മിക്ക കെട്ടിടങ്ങളൊക്കെ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന ദേവരായ രണ്ടാമൻ്റെ കീഴിൽ ലക്കണ ദണ്ഡേശൻ എന്ന് പറയുന്ന ആളാണ് നിർമ്മിച്ചത്. ഇവിടെ ഈ ക്ഷേത്രത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ, ക്ഷേത്രത്തിൻ്റെ അനുബന്ധ കെട്ടിടങ്ങളുടെ കാലപ്പഴമൊക്കെ നിർണ്ണയിച്ച സമയത്ത് അതൊക്കെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 7-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ദേവതകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഈ കാണുന്ന പ്രധാനപ്പെട്ട ശ്രീകോവിലോട്ടാണ്. ഇപ്പോഴും ഇവിടെ പൂജ നടക്കുന്നത് കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ നിത്യപൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണല്ലോ, നമ്മളത് ശ്രദ്ധിക്കണം. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം. അപ്പം അവിടെ ഒരു ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്, ഇവിടെ ഒരു ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. പോകുന്ന വഴിയിൽ ഇവിടെ 2 വലിയ മണി കണ്ടോ? അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഏതാ ഭാഷ എന്നൊന്നും അറിയില്ല. പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതാണ് എൻട്രൻസ്, അതുവഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്.
നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗോപുരമുണ്ട്. അതുവഴി നമ്മൾ പുറത്തോട്ടിറങ്ങിയാൽ നേരെ പോകുന്നത് തുംഗഭദ്ര നദിയിലോട്ടാണെന്ന്. ആ വഴിയാണ് നമ്മളിപ്പോൾ ഈ പോകുന്നത്. അവിടെ നമ്മൾ ഗോപുരം കടന്ന് ഇറങ്ങുന്ന ഭാഗത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ക്ഷേത്ര ഭാഗങ്ങൾ ഈ ഇടതു ഭാഗത്തായിട്ട് കാണാം. അതുപോലെ ഒരുപാട് കുരങ്ങുകളെ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ഗോപുരം ഇറങ്ങിയിട്ട് പുറത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ട് മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രക്കുളം കൂടെ ഉണ്ട്. നല്ല വലുപ്പത്തിലുള്ള ഒരു കുളമാണ്. പക്ഷേ ആളുകൾ ഇറങ്ങുകയോ കുളിക്കുകയോ ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അതിങ്ങനെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് സന്തോഷം തരുന്ന മറ്റൊരു കാഴ്ചയാണ് ഈ കാണുന്ന കുരങ്ങുകൾ. ഒരു ടൈപ്പല്ല, 2 ടൈപ്പിലുള്ള കുരങ്ങുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. കുറേ നേരം നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. പക്ഷെ ആരും ഉപദ്രവിക്കൊന്നുമില്ല, ഒട്ടും ഉപദ്രവിക്കില്ല. നമ്മളെ അടുത്തൊക്കെ വരുമെങ്കിലും അങ്ങനെ അക്രമകാരികളായിട്ടുള്ള കുരങ്ങുകളൊന്നുമല്ല. ഇന്നിവിടെ ഹംപിയിൽ നിത്യപൂജയും മറ്റും നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രവും ഈ ഒരു വിരൂപാക്ഷ ക്ഷേത്രം മാത്രമാണ്. വേറൊരു ക്ഷേത്രങ്ങളിലും നിത്യപൂജയും കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന ഭാഗം തുംഗഭദ്ര നദിയിലോട്ടാണ്. ഈ കാണുന്നതാണ് തുംഗഭദ്ര നദി. ഈ ഒരു നദിയുടെ തീരത്തായിട്ടാണ് ഹംപി മുഴുവനായിട്ട് സ്ഥിതി ചെയ്യുന്നത്. തീരത്ത് എന്ന് പറയുമ്പം ഒരു ഭാഗത്തായിട്ടല്ല, ഈ നദിയുടെ 2 ഭാഗങ്ങളിലായിട്ടാണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് നദിയിൽ വെള്ളം നല്ല കുറവാണ്. നിങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടോ? ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഉപേക്ഷിച്ച മാലിന്യങ്ങളാണിത്. അവരുടെ വസ്ത്രത്തിൻ്റെ ഭാഗം, പ്ലാസ്റ്റിക്കുകൾ, എന്തൊക്കെ മാലിന്യങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ പറ്റും അങ്ങനെ ഇവിടെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ മാലിന്യങ്ങൾ നിറയ്ക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉറപ്പാണ്. ആയിരക്കണക്കിന് വർഷം മുന്നേ ജീവിച്ച ആളുകളെ പറ്റി ഓർത്ത് നമുക്ക് അഭിമാനം തോന്നുമ്പോൾ ഇന്നത്തെ കാലത്തെ ആളുകളെ ഓർത്ത് നമുക്ക് ലജ്ജ തോന്നണം. ഈ രീതിയിൽ ഇവിടെ ആക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവർക്ക്. ഈ ഒരു നദിയുടെ ഈ ഭാഗം ഇങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് അപ്പുറത്തെ ഭാഗത്തോട്ടൊന്ന് നോക്കാം. അവിടെയൊക്കെ ആളുകൾ എത്താത്തത് കൊണ്ട് കുറച്ചെങ്കിലും വൃത്തിയോടെ കിടക്കുന്നുണ്ട് ഈ ഒരു ഭാഗമൊക്കെ. എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങോട്ട് ഈ ഭാഗത്തോട്ട് വരണ്ടായിരുന്നു, ഈ നദിയൊന്ന് കാണാൻ വന്നത്, അത് വേണ്ടാന്ന് തോന്നിയിപ്പോൾ. ഈ മാലിന്യത്തിന് നടുക്ക് അവിടെ ഒരു നന്ദിയുണ്ട്. അത് അവിടെ കൊണ്ടുവച്ചതാണോ ഇനി അത് ആദ്യം ഉള്ളതിന് ചുറ്റും കൊണ്ടുപോയി മാലിന്യം ഇട്ടതാണോ എന്തായാലും അറിയില്ല. ഇതാണ് ഭക്തന്മാർ. കഷ്ടം തോന്നുന്നു. കാരണം ഇവിടെയൊക്കെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും നിത്യപൂജ നടക്കുന്നൊരു ക്ഷേത്രം. അപ്പോൾ ഇവിടെ വരുന്നവർ ഭക്തന്മാരായിരിക്കണമല്ലോ. ഞാൻ നദി കാണാം, വെള്ളം കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വന്നപ്പോൾ എന്താ കണ്ടത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. നമുക്ക് മെല്ലെ ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് പോവാം, അതായിരിക്കും നല്ലത്. ഇവിടെ ഒന്നും കാണാനില്ല. നമുക്ക് മനസ്സ് വിഷമാകുന്ന കുറച്ച് കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ പോവാം. അതുപോലെ ഈ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് തുംഗഭദ്ര നദിക്ക് സമീപത്തായിട്ട് തന്നെ നൃത്തം, സംഗീതം, നാടകം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഹാളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കതൊന്നും അവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല. നമ്മളിവിടെ ക്ഷേത്രത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള ഉപദേവതകളുടെ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളൊക്കെ 14-ാം നൂറ്റാണ്ടിന് ശേഷം നിർമ്മിച്ചവയാണ്. ഇതിൽ മിക്കവയും നിർമ്മിച്ചതും വിജയനഗര രാജാവായിരുന്ന ദേവരായ രണ്ടാമനാണ്. ഇവിടെ ഈ കാണുന്നത് ഇവിടെ വിരൂപാക്ഷ ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന നാഗത്തിൻ്റെ ഒരു കുഞ്ഞു ക്ഷേത്രമാണിത്. ശരിക്കും എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ വന്നിങ്ങനെ നിൽക്കുമ്പം. നല്ല ഒരു സന്തോഷം തോന്നും. ഇപ്പോൾ നമുക്ക് മനസ്സിനും ഒക്കെ നിറയും. നമ്മളപ്പോൾ ഇവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് പോകേണ്ടത് അവിടെ ഒരു സൺസെറ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് ആ ഭാഗത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഡിസംബറിൽ വിരൂപാക്ഷ പമ്പ വിവാഹ ചടങ്ങ് നടക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പമ്പാപതി എന്ന് കൂടി ഒരു പേരുണ്ട് എന്ന്. അതുപോലെ ഫെബ്രുവരി മാസത്തിൽ ഇവിടെ വാർഷിക രഥോത്സവം നടക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന ഉത്സവങ്ങൾ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഹേമകുട കുന്നിലോട്ടാണ്. ഹേമകുട എന്ന് പറയുന്നത് ഹംപിയിൽ സൂര്യാസ്തമയവും സൂര്യോദയവും കാണാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് അവിടെ പോയിട്ട് സൂര്യാസ്തമയം കാണാം. നമ്മളിപ്പോൾ പോകുന്ന ഈ ഹേമകുട കുന്നിന് ആ പേര് വന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഹേമ എന്ന് പറഞ്ഞാൽ സംസ്കൃത ഭാഷയിൽ സ്വർണം എന്നാണ് അർത്ഥം.
പണ്ടൊരിക്കൽ ഈ ഒരു കുന്നിൽ സ്വർണ്ണമഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. നമുക്കിതുവഴി കുന്നിലോട്ട് കയറാം. പണ്ട് മഹാദേവൻ, അതായത് പരമശിവൻ, ഈ ഒരു കുന്നിൽ തപസ് അനുഷ്ഠിച്ചിരുന്നു. ആ സമയത്താണ് ഇവിടുത്തുകാരിയായിരുന്ന ഒരു പെൺകുട്ടിയാണ് പമ്പ എന്ന് പറയുന്നത്. ആ പമ്പയെ മഹാദേവൻ വിവാഹം കഴിക്കാൻ വേണ്ടി സമ്മതിച്ചു പോലും. അങ്ങനെ സമ്മതിച്ച സമയത്താണ് ഈ ഒരു കുന്നിൽ സ്വർണ്ണമഴ പെയ്തതെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. കുടന്ന് പറഞ്ഞാൽ കൂമ്പാരം എന്നാണ് അർത്ഥം. അങ്ങനെ സ്വർണത്തിൻ്റെ കൂമ്പാരം എന്നുള്ള അർത്ഥത്തിലാണ് ഹേമകുട കുന്ന് എന്നുള്ള പേര് വന്നത്. പമ്പയുമായുള്ള മഹാദേവന്റെ കഥയ്ക്ക് പിന്നിൽ മറ്റൊരു കഥ കൂടെ ഉണ്ട്. അതായത് പമ്പ തനിക്ക് മഹാദേവന് വിവാഹം കഴിക്കാൻ വേണ്ടി സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാമദേവന്റെ അടുത്തോട്ട് പോയിരുന്നു. കാമദേവൻ അവളെ സഹായിക്കാൻ വേണ്ടി വന്ന സമയത്താണ് ശിവൻ തൻ്റെ തൃക്കണ്ണ് തുറന്നിട്ട് കാമദേവനെ അഗ്നിക്കിരയാക്കിയതും ആ സംഭവം നടന്നതും ഈ ഒരു കുന്നിലാണത്രേ. എന്തെല്ലാം ആയാലും ഇന്ന് ഹംപിയിൽ സൂര്യോദയവും സൂര്യാസ്തമയവും ഒരേപോലെ കാണാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഈ ഒരു ഹേമകുട കുന്ന്. പിന്നെ ഈ ഒരു കുന്നിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ തന്നെ നിരവധി ക്ഷേത്രങ്ങൾ ഇവിടെ കാണാൻ പറ്റും. എല്ലാ ക്ഷേത്രങ്ങളും ശിവന് സമർപ്പിക്കപ്പെട്ടത് തന്നെയാണ്. അതുപോലെ ഈ ഒരു കുന്നിൻ്റെ വടക്കു ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ കയറി വന്ന വിരൂപാക്ഷ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ മൂലക്ഷേത്രം, വിരൂപാക്ഷൻ്റെ മൂലക്ഷേത്രം ഈ ഒരു കുന്നിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായിരുന്നത്രേ പണ്ട് കാലത്തുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു ഇപ്പം കാണുന്ന ക്ഷേത്രവും അതിൻ്റെ അനുബന്ധ കെട്ടിടങ്ങളൊക്കെ 14-ാം നൂറ്റാണ്ടിനോട് ചേർന്ന് നിർമ്മിച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മുന്നേ ഉണ്ടായിരുന്ന വിരൂപാക്ഷ ക്ഷേത്രം, അതായത് വിരൂപാക്ഷന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ശിവൻ തപസ് ചെയ്തിരുന്ന ഈ ഒരു കുന്നിൽ ആ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത്. നമുക്ക് പോയിട്ട് ആ ക്ഷേത്രത്തിന്റെ, അതായത് പണ്ടുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെയായിരുന്നു പണ്ടത്തെ യഥാർത്ഥ വിരൂപാക്ഷ ക്ഷേത്രം നിലനിന്നിരുന്നത്. ഈ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് കാണുന്ന ഭാഗത്ത് നിന്നാലാണ് നമുക്ക് ഏറ്റവും ഭംഗിയോടുകൂടി സൂര്യാസ്തമയം കാണാൻ വേണ്ടി പറ്റുക. നമുക്ക് ഈ ഒരു ഹേമകുട കുന്നിലോട്ട് 2 വഴികളിലൂടെ വരാം. ഒന്ന് നമ്മളിപ്പോൾ വന്ന പോലെ ക്ഷേത്രത്തിന് സമീപത്തൂടെ വരാം. അതല്ലാതെ ഈ ഒരു കുന്നിൻ്റെ മറുവശത്തു കൂടിയും ഒരു വഴി ഇങ്ങോട്ടുണ്ട്. ആ വഴി കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഭാഗത്തോട്ട് പോകുമ്പോൾ ഈ ഒരു കുന്നിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. വിരൂപാക്ഷ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് ഈ ഒരു ഹേമകുട കുന്നിലോട്ട് കയറി വരാനും ഈ കാഴ്ച കാണാനും മറക്കരുത്. നമുക്കിവിടെ ഇരുന്ന് സൂര്യാസ്തമയം മുഴുവനായിട്ട് കണ്ടിട്ട് ഇവിടുന്ന് പോവാം. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുമെന്ന് തന്നെ കിട്ടും. വളരെ ശാന്തമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഓരോ കാഴ്ചകളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി വിട്ടുപോയി. വിരൂപാക്ഷൻ എന്നുള്ള പേര് ശിവൻ എന്തുകൊണ്ടാണ് വന്നതെന്നറിയോ? വിരൂപാക്ഷൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചെരിഞ്ഞ കണ്ണോട് കൂടിയവനാണ്. പരമശിവന് തൃക്കണ്ണുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ നിന്നാണ്. അതായത് ചെരിഞ്ഞ കണ്ണോട് കൂടിയവന് ശിവനെ വിളിക്കുന്ന പേരാണ് വിരൂപാക്ഷൻ എന്നുള്ളത്. അങ്ങനെയാണ് വിരൂപാക്ഷ ക്ഷേത്രത്തിന് അങ്ങനെ ഒരു പേര് വന്നത്. കാരണം നമ്മൾ പറഞ്ഞല്ലോ കാമദേവനെ തൃക്കണ്ണുകൊണ്ട് അഗ്നിക്കിരയാക്കി കളഞ്ഞത് ഇവിടെ വെച്ചിട്ടാണ് എന്ന്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഈ ഒരു കുന്നിലോട്ട് വരാൻ മറ്റൊരു വഴിയുണ്ട് എന്ന്. അതാണ് ഈ കാണുന്നത്. കുന്നിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് ഈ വഴിയും നമുക്ക് ഈ ഒരു ഹേമകുട കുന്നിലോട്ട് കയറി വരാൻ പറ്റും. വിരൂപാക്ഷ ക്ഷേത്രത്തിലൂടെയും വരാം, ഈ ഒരു വഴിയും നമുക്ക് വരാൻ പറ്റും. അങ്ങനെ ദാ ഇവിടെ പടിഞ്ഞാറൻ ചക്രവാളം ചുവന്നു തുടങ്ങി. സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലായി. നമുക്കിനി ആ മനോഹരമായ കാഴ്ചകളൊക്കെ ഇവിടെ ഇരുന്നിങ്ങനെ കാണാം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഹംപിയോട് ചേർന്നിട്ടാണ് നമ്മൾ രാമായണത്തിൽ പറയുന്ന കിഷ്കിന്ധ എന്ന് പറയുന്ന രാജ്യം. കിഷ്കിന്ധ രാജ്യവും ഹനുമാൻ സ്വാമി ജനിച്ച ഒരു കുന്നുണ്ട്. അതിനെ അഞ്ചാദ്രി ഹിൽസ് എന്നാണ് വിളിക്കുന്നത്. അതൊക്കെ ഈ ഒരു ഹംപിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് ആ കാഴ്ചകൾ കൂടെ കാണാനുണ്ട്. സൂര്യാസ്തമയത്തിന് വേണ്ടി ഇരുന്നതാണ്. മേഘം നമുക്ക് ചെറുതായിട്ടൊന്ന് പണി തന്നു. സൺസെറ്റ് കണ്ടോന്ന് വെച്ചാൽ കണ്ടു, കണ്ടില്ലെന്ന് വെച്ചാൽ കണ്ടില്ല. കാരണം മുഴുവൻ മേഘമായിരുന്നു. അപ്പം നല്ല പോലെ കാണാനൊന്നും പറ്റിയില്ല. എന്നാലും എടുത്തിട്ടുണ്ട്, പക്ഷേ അത്ര ക്ലിയർ ആയില്ല. ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് കണ്ടു കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് പോവാം. എന്നിട്ട് നമുക്ക് റൂമിലോട്ട് പോവാം. ഫുഡൊക്കെ കഴിക്കണം. അവിടെ ഒരു ഹംപി ബസാർ എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റ് പോലെ ഉണ്ട്. അതായത് കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഉണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം. അത് നമ്മളിവിടെ വന്ന് ഈ ഒരു വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഈ ഹേമകുട കുന്നിലിങ്ങനെ നിൽക്കുമ്പം വിരൂപാക്ഷനെയും പമ്പാദേവിയെയും കാമദേവനെയും ഒക്കെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായൊരു സ്പോട്ടാണിത്. മഹാദേവനെ ഭർത്താവായി കിട്ടണമെന്ന് തീവ്രമായി ആഗ്രഹിച്ച പമ്പാദേവിയുടെയും അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവിതം പോലും കളയാൻ തയ്യാറായ കാമദേവൻ്റെയും ഒടുവിൽ ആ സ്നേഹം തിരിച്ചറിഞ്ഞ് പമ്പ എന്ന് പറയുന്ന ഒരു നാടോടി ദേവതയായിട്ടാണ് ഇവിടുത്തുകാർ കാണുന്നത്.
ആ ദേവിയെ വിവാഹം കഴിക്കാൻ വേണ്ടി തയ്യാറായ മഹാദേവൻ്റെയും അവരുടെ പ്രണയത്തിൻ്റെയും അങ്ങനെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന പ്രദേശങ്ങളാണ് ഈ ഹംപി മുഴുവൻ. നമ്മളിവിടെ ഹംപി ബസാറിലോട്ട് വന്നതാണ്. ഇതാണ് ഹംപി ബസാർ. ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഹംപിയിൽ വരികയായിട്ടും മസ്റ്റായിട്ടൊന്ന് ഇങ്ങോട്ടും കൂടെ വരണം. കണ്ടോ, നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. രണ്ട് സൈഡിലും കടകളാണ്. കണ്ടോ, ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പം ഹംപി വരുന്ന സമയത്ത് ഹംപിയോട് ചേർന്നിട്ട് നമ്മുടെ വിരൂപാക്ഷ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ഹംപി ബസാർ. അപ്പം ഇവിടെ കൂടെ വരും കേട്ടോ. കടകളുണ്ട്, ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് വായിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹംപിയിൽ വരുവാണെങ്കിൽ എന്ത് മനോഹരമായിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്തെന്ന് കണ്ടോ. Good evening, sir. Welcome Hampi Bazaar shops. All here coming soon. ഓക്കെ, കണ്ടോ. അപ്പോൾ ഹംപി ബസാറിലോട്ട് ഹംപിയിൽ വരുമ്പോൾ മസ്റ്റായിട്ട് വരണം. ഒരുപാട് കടകളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, കണ്ടോ, ബാഗ്, ഡ്രസ്സ് ഒക്കെ നിങ്ങൾക്ക്, മാലകൾ കണ്ടോ. അപ്പം നമ്മൾ ക്ഷേത്രത്തിലെ കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഞാൻ അതിന് ശേഷം ഒന്ന് ഫ്രഷായി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു, എന്നിട്ട് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു വന്നതാണ്. ഇന്നത്തെ രാത്രി നമുക്കിവിടെ കിടന്നുറങ്ങാം, നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എണീറ്റു. സമയം 7:15. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ റൂമിലാണുള്ളത്. നമുക്ക് നേരെ പുറത്തോട്ട് പോവാം. ഇതുവഴിയാണ് നമുക്ക് താഴോട്ട് ഇറങ്ങേണ്ടത്. ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി താമസിച്ചത്. ഇവിടെ മുകളിലാണ് നമ്മളെ റൂം. നമുക്കിവിടുന്ന് ഓട്ടോ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. എനിക്ക് 2 കുഞ്ഞി പട്ടിക്കുട്ടി ഇവിടെ. നമ്മൾ ഓട്ടോയിലോട്ട് കയറി. ഇതാ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. ഇത് ഇവിടുത്തെ ഒരു ഗണപതി ക്ഷേത്രമാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇതാണ് ബാലകൃഷ്ണ ക്ഷേത്രം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. ഒരു ഹംപി എന്ന് പറയുന്നത് 13 കിലോമീറ്ററിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു ടൗൺഷിപ്പാണ്. തുംഗഭദ്ര നദിയുടെ 2 ഭാഗങ്ങളിലായി. അതിലൊരു ഭാഗത്തെ കാഴ്ചകൾ മുഴുവൻ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ പോകുന്നത് തുംഗഭദ്ര നദി കടന്നു വലിയൊരു പാലമുണ്ട്. ആ പാലമൊക്കെ കടന്ന് അപ്പുറത്തെ ഭാഗത്ത് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളാണ്. അവിടെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കിഷ്കിന്ദ എന്ന് പറയുന്നത്. രാമായണത്തിൽ നമ്മൾ പറയുന്നത് കിഷ്കിന്ദ എന്ന് പറയുന്ന അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമി ജനിച്ചിട്ടുള്ള അഞ്ചാദ്രി ഹിൽസ്, അവിടെ പോകാനുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം. നമുക്ക് അവിടെ പോയി കാണാനുണ്ട്. അതൊക്കെ നമുക്ക് പോയിട്ട് കാണാം. ഇതാണ് തുംഗഭദ്ര നദിക്ക് കുറുകെയുള്ള മനോഹരമായിട്ടുള്ളൊരു പാലം. ഈ പാലം കടന്ന് വേണം നമുക്ക് നദിയുടെ അപ്പുറത്തെ ഭാഗത്തോട്ട് എത്താൻ. അവിടെയാണ് ഇനി നമുക്ക് ഇന്ന് കാണാനുള്ള കാഴ്ചകൾ. തുംഗഭദ്ര നദിയും അതിൻ്റെ സമീപത്തായിട്ട് കാണുന്ന കുറേ നെൽപ്പാടങ്ങളും അതിൻ്റെ പുറകിൽ കുറേ മലനിരകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഞാനിപ്പം നിൽക്കുന്നത് അഞ്ജനാദ്രി കുന്നിൻ്റെ താഴെയായിട്ടാണ്. ഈ ഒരു കുന്നിലാണ് ഹനുമാൻ സ്വാമി ജനിച്ചത്. കിഷ്കിന്ദ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഈ ഒരു കുന്നിൽ നമുക്ക് ഒരു 700 സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. അതിൻ്റെ മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അപ്പോൾ കഴിച്ചിട്ട് മുകളിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഭക്ഷണം വന്നു. നമ്മൾ പൂരിയും ബാജിയാണ് ഓർഡർ ചെയ്തത്. നമുക്കിനി കഴിക്കാം. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നമുക്ക് മുകളിലോട്ട് നടക്കാം.
അപ്പോൾ നമുക്ക് ഇവിടുന്ന് മൊത്തം 700 സ്റ്റെപ്പുകളുടെ അടുത്ത് മുകളിലോട്ട് കയറാനുണ്ട്. ഇവിടെ നമ്മൾ കയറി വരുന്ന ഭാഗത്തായിട്ട് ഒരു ശ്രീരാമദേവൻ്റെ ഒരു വിഗ്രഹം ഇവിടെ ഉണ്ട്. അതിനോട് ചേർന്നിട്ട് ഹനുമാൻ സ്വാമീനെയും കാണാം. കണ്ടോ? ഈ ഒരു കുന്ന് സ്ഥിതി ചെയ്യുന്നത് ഹംപി താലൂക്കിലല്ല. ഹംപിക്ക് സമീപത്തായിട്ട് ഗംഗാവതി താലൂക്കിലാണ് നമ്മൾ ഈ കയറി പോകുന്ന അഞ്ജനാദ്രി കുന്ന് സ്ഥിതി ചെയ്യുന്നത്. അഞ്ജനാദേവി എന്ന് പറയുന്നത് ഹനുമാൻ്റെ അമ്മയാണ്. അഞ്ജനാദേവിക്ക് പിറന്ന മകനായതുകൊണ്ടാണ് ഹനുമാനെ ആഞ്ജനേയ എന്ന് കൂടെ വിളിക്കുന്നത്. അങ്ങനെ അഞ്ജനയുടെ കുന്ന് എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് അഞ്ജനാദ്രി എന്ന് ഈ ഒരു കുന്നിന് പേര് കിട്ടിയത്. കുറച്ച് ദൂരം മുകളിലോട്ട് കയറാനുണ്ട്. അപ്പം നമ്മളിപ്പം കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കുറേ ഉണ്ട് കയറാൻ. നമുക്ക് മെല്ലെ മെല്ലെ കയറാം. ഇനി ഇതുവഴി വേണം മുകളിലോട്ട് കയറി പോകാൻ. ഒരുപാട് ആളുകൾ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. ഇവിടെയുള്ളൊരു വാട്ടർ ടാങ്ക് ആണ് കേട്ടോ. നല്ലപോലെ പെയിൻ്റൊക്കെ അടിച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ടോ. ഇവിടുന്ന് മുകളിലോട്ടുള്ളൊരു വ്യൂ ഉണ്ടോ? അവിടെ അതിൻ്റെ മുകളിലായിട്ടാട്ടോ ക്ഷേത്രം വരുന്നത്. നമുക്ക് ഇതൊരു ഭാഗത്തൂടെ പോകണ്ടേ. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഈ കയറി പോകുന്ന ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇതുവഴി തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എത്തിക്കുന്നത്. തലച്ചുമടായിട്ടാണ് താഴെ നിന്ന് ഈ സ്റ്റെപ്പുകൾ കയറി ആളുകൾ ക്ഷേത്രത്തിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണമൊന്നും കിട്ടില്ല. വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ മുകളിൽ പോയാൽ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് കുറച്ച് നേരം അവിടെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ലഘു ഭക്ഷണം കൂടെ മുകളിലോട്ട് പോകുമ്പോൾ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ചെരുപ്പിട്ടിട്ട് ഈ ഒരു സ്റ്റെപ്പൊക്കെ കയറി പോകാൻ പറ്റും. അല്ലെങ്കിൽ താഴെ വെക്കാനുള്ള സൗകര്യമുണ്ട്. താഴെ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെരുപ്പിട്ട് മുകളിലോട്ട് പോകാൻ പറ്റും. മുകളിലും ചെരുപ്പ് വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ മുകളിലോട്ട് എത്തി. ഇതാണ് മുകളിലുള്ള ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം. ഇവിടെയാണ് ഹനുമാൻ സ്വാമി ജനിച്ചത്. അപ്പം ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. ഹനുമാൻ സ്വാമി ജനിച്ച സ്ഥലത്ത് കുരങ്ങന്മാരല്ലാണ്ട് വേറെ ആരാ ഉണ്ടാവുമല്ലേ. ഈ ഒരു ഭാഗത്തുള്ള വ്യൂ ഉണ്ടോ? ഇവിടെ കന്നഡയിലാണ് എഴുതി വെച്ചത്. എനിക്ക് കന്നഡ വായിക്കാൻ അറിയില്ല. പറയാവുന്നവരുണ്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടോ. ഉള്ളിലോട്ട് നമുക്ക് വീഡിയോഗ്രാഫി അലോഡല്ല. അപ്പം അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ക്ഷേത്രം. അവിടെയാണ് ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹമൊക്കെ ഇരിക്കുന്നത്. വിഗ്രഹമല്ല, കല്ലിൽ കൊത്തിയെടുത്തതാണ്. അവിടെ നമുക്ക് വീഡിയോഗ്രാഫി ഇല്ല. അപ്പം ഇവിടെ ശ്രീരാമദേവനെയും സീതാദേവിനെയും ലക്ഷ്മണനെയും കാണാം. ഉണ്ടാവും. അതിനോട് താഴെയായിട്ട് രാമായണമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഉള്ളിൽ തൊഴുതു. നല്ല പോലെ തൊഴാൻ പറ്റിട്ടോ. അപ്പോൾ തൊഴുതു പ്രസാദമൊക്കെ വാങ്ങിച്ചപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പുറത്തോട്ട് വന്നത്. ഇനി നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് ചുറ്റി കാണാം. കിഷ്കിന്ധ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഈ ഒരു അഞ്ജനാദ്രി ഹിൽസിലാണ് നമ്മുടെ ഹനുമാൻ സ്വാമി ജനിച്ചത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ്. ഒരുപാട് ആളുകൾ ദിവസവും ഇങ്ങോട്ട് വരുന്നൊരു സ്ഥലമാണ്. എനിക്ക് പിന്നിലായിട്ട് കാണുന്ന ഈ ഒരു ഇതാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം വരുന്നത്. നമ്മൾ അകത്ത് കയറി തൊഴുതു. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ശ്രീരാമദേവൻ്റെ ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ കല്ലിൽ കൊത്തി വെച്ചിട്ട് വെണ്ണയിൽ അഭിഷേകം ചെയ്തൊരു വിഗ്രഹമാണ് കാണുന്നത്. നമുക്കത് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് എടുത്തിട്ടില്ല. തൊട്ടിപ്പുറത്ത് ശ്രീരാമസ്വാമിയുടെ ഒക്കെ കണ്ടിട്ട് നമ്മൾ അതുവഴിയാണ് പുറത്തിറങ്ങിയത്. നമ്മൾ അവിടുന്ന് പ്രസാദമൊക്കെ എടുത്തു. അപ്പോൾ നമുക്കിനി ഇവിടെ മൊത്തം ഒന്ന് കാണാനുണ്ട്. ഇവിടെ നമ്മൾ എവിടെ നോക്കിയത് ഇവരെ കാണാട്ടോ. ഇവരില്ലാണ്ട് എന്തല്ലേ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പിന്നെ ആരാ ഉണ്ടാവേണ്ടത്? അവിടെ ആ ഭാഗത്തായിട്ട് കണ്ടോ ചെറിയൊരു ടൗണ് പോലെ ഒരു പ്രദേശമുണ്ട്. കണ്ടോ? ഇതിൻ്റെ നടുക്കായിട്ട് ഈ ഒരു ഗോപുരത്തിൻ്റെ താഴെയായിട്ടാണ് ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം ഇരിക്കുന്നത്. നമുക്ക് ഇനി ഈ ഒരു ഭാഗത്തുനിന്നുള്ള വ്യൂ കൂടെ കാണാം. മുകളിൽ ഈ ഒരു ഭാഗത്തുനിന്നുള്ള വ്യൂ കണ്ടോ? അപ്പോൾ നിങ്ങൾ ഹംപിയിൽ വരുന്ന സമയത്ത് എന്തായാലും ഇങ്ങോട്ടൊന്ന് വരിക.
ഈ ഒരു കുന്നിൻ്റെ മുകളിലോട്ട് വരിക, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക. ഹനുമാൻ സ്വാമി ജനിച്ച സ്ഥലമാണിത്. അവിടെ നിന്ന് ഒരു 25 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഓട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ ബൈക്കോ കാറോ ഒക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരാം. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഏകദേശം 700 സ്റ്റെപ്പുകളൊക്കെ കയറി ഇതിൻ്റെ മുകളിലെത്തുമ്പം നല്ല ഭംഗിയാണ് മുകളിൽ നിന്നുള്ള ഓരോ കാഴ്ചകളും. വളരെ വല്ലാത്തൊരു വേറൊരു അനുഭവം നമുക്കിവിടെ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പാറയുടെ മുകളിലോട്ടൊന്ന് കയറി നോക്കാം കേട്ടോ. നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് ഇതുവഴിയാണ് കേട്ടോ അങ്ങോട്ട് കയറി വന്നത്. അങ്ങനെ കയറി അതുവഴി വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് ക്ഷേത്രം. അവിടെയായിട്ടാണ് ആ ഗോപുരത്തിൻ്റെ താഴെയാണ് ശ്രീകോവിൽ വരുന്നത്. അപ്പം നമ്മൾ ഈ പാറയുടെ മുകളിലോട്ട് ഇങ്ങോട്ട് വന്നതാണ് ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളാ കാണുന്നതേ അത് തുംഗഭദ്ര നദിയാണ്. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് കണ്ടോ, അത് നമ്മൾ ഇന്നലെ പോയ വിതല ടെമ്പിളാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടിട്ട് വരിക കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്, കണ്ടോ. ഇവിടെ മഹാദേവൻ്റെ ഒരു പ്രതിഷ്ഠയും കൂടിയുണ്ട്. അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇവിടെ നന്ദി ഇരിക്കുന്നുണ്ട്. കുറേ നേരം നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നു, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു, എല്ലാ ഭാഗത്തോട്ടും നടന്നു വന്നു. വെയിൽ മാത്രമാണ് ഒരു പ്രശ്നം, ബാക്കിയൊന്നും ഒരു വിഷയമല്ല. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. നമുക്ക് പതിയെ താഴോട്ട് പോവാം. അപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇതുവഴി ഇങ്ങോട്ട് വന്നു. അപ്പം നമ്മൾ ഒരിക്കൽ കൂടെ വരാമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് യാത്രയാവാണ്. നമ്മളിവിടുന്ന് അടുത്ത സ്ഥലത്തോട്ടാട്ടോ പോകുന്നത്. ഇതൊക്കെ കണ്ടോ, കൊയ്ത്ത് കഴിഞ്ഞിട്ട് പുല്ല് കൂട്ടിയിട്ടതാ. നമ്മൾ ഒരു ചെറിയ വഴിയിൽ കൂടിയാണ് പോകുന്നത്. ഇതാണ് പമ്പാ സരോവർ. ഹിന്ദു പുരാണം അനുസരിച്ച് 5 സരോവരങ്ങളെ പുണ്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതിൽ മാനസ സരോവർ ഉണ്ട്, ബിന്ദു സരോവർ, നാരായണ സരോവർ, പുഷ്കർ സരോവർ, പിന്നെ ഈ പമ്പാ സരോവറും. ഇതെന്താ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് പമ്പാദേവി തപസ് അനുഷ്ഠിച്ച സ്ഥലമാണിത്. ഈ കാണുന്നത് ഇവിടെയുള്ള ലക്ഷ്മി ക്ഷേത്രമാണ്. നമുക്ക് ആദ്യം ഈ ക്ഷേത്രത്തിനകത്ത് പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ലക്ഷ്മി ക്ഷേത്രത്തിൽ ലക്ഷ്മിയുടെ പ്രതിഷ്ഠയോടൊപ്പം തന്നെ മഹാദേവൻ്റെ ഒരു പ്രതിഷ്ഠ കൂടിയുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ പ്രതിഷ്ഠയാണ്. നമ്മൾ അതിൻ്റെ ഫോട്ടോസൊന്നും എടുക്കുന്നില്ല. അതിനോട് തൊട്ട് ചേർന്നിട്ട് ഒരു മഹാദേവനെയും അതിൻ്റെ മുന്നിലായിട്ട് നന്ദിയെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഒരു ശബരി ക്ഷേത്രം കൂടെ കാണാം. ഈ ശബരി ക്ഷേത്രം എന്ന് പറയുന്നത് സുഗ്രീവനെ കാണാൻ വേണ്ടിയിട്ട് ശ്രീരാമനോട് ശബരി ഉപദേശിച്ചത് ഇവിടെ വെച്ചിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് ഈ ഒരു ഗുഹയിലായിരുന്നു ശബരി താമസിച്ചിരുന്നത്. ഇവിടെ വന്നിട്ടാണ് ശ്രീരാമദേവൻ ശബരിനെ കാണുന്നത്. അങ്ങനെ ശബരിയാണ് ശ്രീരാമദേവനോട് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സീതാദേവിനെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് കിഷ്കിന്ധയിലെ രാജാവായിട്ടുള്ള സുഗ്രീവനെ പോയി കാണണം. സുഗ്രീവൻ ശ്രീരാമനെ സഹായിക്കുന്നു. ശബരി പറഞ്ഞു കൊടുക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ്. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. തീർത്തും ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് പോകുന്നത്. മുഴുവൻ കൃഷിസ്ഥലങ്ങളാണ് 2 ഭാഗത്തായിട്ടും. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെയുള്ളൊരു ദുർഗാ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ടാണ്. ആ ദുർഗാ ക്ഷേത്രത്തിൽ നമുക്ക് തൊഴണം. അതിനേക്കാൾ പ്രധാനമായിട്ട് ഇവിടെ ഒരു ബാലി സുഗ്രീവ കേവ് ഉണ്ട്. അത് വെറൊരു ഗുഹയല്ല, നമ്മൾ കേട്ട ഒരു സംഭവമായിട്ട് അതിന് ബന്ധമുണ്ട്. എന്താണെന്നല്ലേ, നമുക്ക് ആദ്യം ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ആ കേവിൻ്റെ അങ്ങോട്ട് പോവാം. അവിടെ വെച്ച് ഞാനത് പറഞ്ഞുതരാം. ദുർഗാദേവിയായിരുന്നു വിജയനഗര രാജാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവത. ഈ ഒരു ക്ഷേത്രം 1336 ഹരിഹരായൻ ഒന്നാമെന്ന് പറയുന്ന വിജയനഗര രാജാവ് അദ്ദേഹത്തിൻ്റെ ഗുരുസന്യാസിയായിരുന്ന വിദ്യാരണ്യൻ്റെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത്. അത്ര പഴക്കമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്. ഇത് പിന്നീട് പല നാശനഷ്ടങ്ങളൊക്കെ വന്നതിന് ശേഷം പുനർനിർമ്മിച്ചിട്ടുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചരിത്രം എനിക്ക് പറഞ്ഞു തന്നത് ഇവിടെ ഈ പൂജാ സാധനങ്ങളും CD ഒക്കെ വെക്കുന്ന ഒരു മുരളി എന്ന് പറയുന്നൊരു ചേട്ടനാണ്. പുള്ളിക്ക് ഹിന്ദിയും കന്നഡയും തമിഴും അത്യാവശ്യം അറിയാം. പക്ഷേ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നില്ല. നമുക്ക് അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. അതുപോലെ ഈ ഒരു ദുർഗാക്ഷേത്രം രാവിലെ 4 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി 10 മണിക്ക് അടയ്ക്കുള്ളൂ. അതുവരെ ഏത് സമയത്ത് വന്നാലും നമുക്ക് ഇവിടെ തൊഴാൻ വേണ്ടി പറ്റും. ക്ഷേത്രത്തിലൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് ആ ഒരു ഗുഹ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഒരു 10-200 മീറ്റർ നമുക്ക് നടന്നു പോകാനുണ്ട്.
അവിടെ ഗുഹയിലോട്ട് പോകുന്ന വഴിക്കായിട്ട് ഇതുപോലൊരു കവാടം ഇവിടെ കാണാം. ഇതിനൊക്കെ ഒരുപാട് വർഷങ്ങളുടെ പഴക്കം, അതായത് വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിനേക്കാളൊക്കെ ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട്. ഇതൊക്കെ കിഷ്കിന്ധ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം എന്നാണ് ഇവിടെയുള്ളവരൊക്കെ വിശ്വസിച്ചു പോരുന്നത്. ആ ഒരു ഗുഹയിലോട്ട് പോകുന്ന വഴിയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രതിഷ്ഠകളുള്ള കുറേ ക്ഷേത്രങ്ങളും എല്ലാം ചെറിയ ക്ഷേത്രങ്ങളാണ്. നാഗത്തിന്റെ അതുപോലെയുള്ള പ്രതിഷ്ഠകളാണ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ ഈ പോകുന്ന ഗുഹയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, കിഷ്കിന്ധയിലെ രാജാവായിരുന്നു ബാലി. ബാലിയുടെ സഹോദരനായിരുന്നു സുഗ്രീവൻ. അവർ നല്ല രീതിയിൽ ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് മായാവി എന്ന് പറയുന്ന ഒരു അസുരൻ ബാലിനെ വെല്ലുവിളിച്ചു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാലിയും മായാവിയും യുദ്ധം ചെയ്യുന്ന സമയത്ത് മായാവിയുടെ കയ്യിലെ ഗദ നഷ്ടപ്പെട്ടപ്പം ഈ മായാവി ഓടി ഒരു ഗുഹയിലോട്ട് കയറി. ആ ഗുഹയാണ് നമ്മൾ ഈ കയറാൻ പോകുന്ന ഈ ഒരു ബാലി കേവ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ഗുഹയിൽ കയറിയ സമയത്ത് ബാലി എന്ത് ചെയ്തു, സുഗ്രീവൻ്റെ അടുത്ത് പറഞ്ഞു പുറത്ത് കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സുഗ്രീവൻ പുറത്ത് കാവൽ നിന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, പുറത്തോട്ട് രക്തം വരുന്ന സമയത്ത് അതിന് ചുവപ്പ് കളറാണെങ്കിൽ അത് തൻ്റെ രക്തമാണ്. അപ്പം നീ എന്ത് ചെയ്യണം, ഈ മായാവി പുറത്ത് വരാതെ ഈ ഒരു കല്ലുകൊണ്ട് ഇവിടെ അടച്ചു വെച്ചിട്ട് നീ പോയിട്ട് രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും ഉള്ളിൽ കയറി. അങ്ങനെ ഈ മായാവി ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പക്ഷെ മായാവി ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് എന്ത് ചെയ്തു, തൻ്റെ രക്തത്തിൻ്റെ കളർ മാറ്റിയിട്ട് ചുവപ്പാക്കി. അപ്പോൾ പുറത്തോട്ട് ഒഴുകി വന്ന രക്തം ചുവപ്പ് നിറാണെന്ന് കണ്ടപ്പോൾ സുഗ്രീവന് തോന്നി തൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടു എന്ന്. അങ്ങനെ ഈ മായാവി എന്ന് പറയുന്ന അസുരൻ പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ വലിയൊരു കല്ലുകൊണ്ട് ഇതിൻ്റെ വാതിൽ അടച്ചു കളഞ്ഞിട്ട് തിരിച്ച് തൻ്റെ കിഷ്കിന്ധയിലെ രാജകൊട്ടാരത്തിലേക്ക് പോയിട്ട് ഭരണം തുടങ്ങി. ബാലി ഗുഹയിൽ നിന്ന് തിരിച്ചു വരാൻ നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഗുഹയാരോ പുറത്തുനിന്ന് അടച്ചിട്ടുണ്ട്. അപ്പം ബാലി എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നു. ബാലി വിചാരിച്ചു തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്, രാജാവാകാൻ വേണ്ടിയിട്ട് തൻ്റെ അനുജനാണ് ഇതൊക്കെ കാണിച്ചതെന്നാണ് ബാലി വിചാരിച്ചത്. അങ്ങനെയാണ് അവർ തമ്മിൽ ശത്രുത വരുന്നത് പോലും. ഇവിടെ ഈ കാണുന്നത് ഇവിടെയുള്ളൊരു ജ്യോതിർലിംഗങ്ങളുടെ അതേ മാതൃകയിൽ കൊത്തിവെച്ച ശിവലിംഗങ്ങളുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടെ നമുക്ക് 12 ജ്യോതിർലിംഗങ്ങളുടെ മാതൃകയിലുള്ള ശിവലിംഗങ്ങൾ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, 12 ജ്യോതിർലിംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. കൊയ്തെടുത്ത നെല്ലാണ് ഈ കാണുന്ന മുഴുവൻ. ഇതാണ് നമ്മളിങ്ങോട്ട് വന്ന ഈ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. ഇത് മുഴുവൻ പശുക്കളാ, മേയാൻ വിട്ടതാ. ഇങ്ങനെ പശുക്കൾ മേയുന്ന കാഴ്ചയൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണാൻ പറ്റൂല. ഈ കാണുന്നത് ഇവിടെയുള്ള രംഗനാഥസ്വാമി ക്ഷേത്രമാണ്. പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായിട്ടുള്ള വിഷ്ണു അനന്തനിൽ വിശ്രമിക്കുന്ന രീതിയിലുള്ളൊരു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. പുറത്ത് പൂമുഖത്തോടു കൂടിയിട്ട് ചതുരാകൃതിയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ശ്രീകോവിലിൽ വളരെ മങ്ങിയ വെളിച്ചാണ്. ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ചുമർചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല വെളിച്ചമുള്ള സമയത്ത് ഈ ഒരു ക്ഷേത്രത്തിലോട്ട് വരുന്നതായിരിക്കും നല്ലത്. അകത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പം നേരെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാലും പുറത്ത് കുറേ മണ്ഡപങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തും വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ചുമർചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയിൽ പെയിൻറ്റ് ചെയ്ത് വെച്ച ഒരുപാട് ചുമർചിത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, നല്ലൊരു ആംബിയൻസോട് കൂടി വളരെ ശാന്തമായിട്ട് പറ്റുന്ന, അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഈ പാറക്കെട്ടുകൾക്ക് നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കുഞ്ഞു ക്ഷേത്രമാണ് ഈ ഒരു രംഗനാഥസ്വാമി ക്ഷേത്രം. പലരും ഹംപിയിൽ വന്നിട്ട് അവിടെ കുറച്ച് കാഴ്ചകൾ മാത്രം കണ്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഒരു 2 ദിവസം ഹംപിയിൽ താമസിച്ച് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളും കാഴ്ചകളൊക്കെ ഹംപിയിലുണ്ട്. അതൊക്കെ കണ്ടു പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ രംഗനാഥസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് തന്നെ ഇവിടുത്തെ അമ്മമാർ വാഴയിലയിൽ ബാഗുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നൊരു സ്ഥലമുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് വന്നാലോ? കണ്ടോ, ഇവിടുത്തെ അമ്മമാർ നമ്മുടെ വാഴയിലയാണ് കേട്ടോ. ഇത് വാഴയില ഇതുപോലെ ആക്കിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ മടക്കിയെടുത്തിട്ട് അതുകൊണ്ട് മടഞ്ഞിട്ട് ഇങ്ങനെ ഇതാ കണ്ടോ, അതുപോലെ ഓരോന്നുണ്ടാക്കും. നമുക്കൊന്ന് അകത്തോട്ട് കയറി അതൊന്ന് കാണാം.
എത്ര സ്പീഡിലാണ് അവർ ചെയ്യുന്നത് നോക്കിയേ. ഈ കാണുന്നതൊക്കെ വാഴയില കൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കൈതോല കൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ പാത്രങ്ങളും കൊട്ടകളൊക്കെ ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഇവർ വാഴയില ഒരു പ്രത്യേക രീതിയിൽ വെള്ളത്തിലിട്ട് പൊതിർത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതൊക്കെ. മുഴുവൻ വാഴയില കൊണ്ട് ഉണ്ടാക്കിയതാണ്. കണ്ടോ, വാഴനാര് ഇതുപോലെ മടഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണിത് ചെയ്യുന്നത്. ഇതൊക്കെ വാഴയില വെച്ചുണ്ടാക്കിയതാണ്. അത്ര ഭംഗിയായിട്ടല്ലേ അവരത് ഉണ്ടാക്കുന്നത്. നമ്മളെ നാട്ടിലൊക്കെ കൈതോല കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ വാഴയില കൊണ്ട് ഇങ്ങനെ മടഞ്ഞുണ്ടാക്കുന്നത് ആദ്യമായിട്ട് കാണാം. നിങ്ങളിവിടെ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിനടുത്ത് വരുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാം. ഇവിടെ ആരടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഈ കാണുന്നത് കൃഷ്ണദേവരായ രണ്ടാമൻ്റെ ഒരു പ്രതിമയാണ്. നമ്മൾ ഹംപിയിൽ കണ്ട കാഴ്ചകളിൽ ഭൂരിഭാഗവും നിർമ്മിച്ചത് വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായ രണ്ടാമൻ്റെ കാലത്താണ്. വീണ്ടും തുംഗഭദ്ര നദി കടക്കാൻ പോകട്ടെ. ഈ നദിയുടെ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഹംപിയും നമ്മളിപ്പോൾ കണ്ട പ്രദേശം കിടക്കുന്നത്. ഇതാണ് മാല്യവന്ത രഘുനാഥ ക്ഷേത്രം. ശ്രീരാമൻ്റെ ഒരു ക്ഷേത്രമാണിത്. ഈ ഒരു ക്ഷേത്രം ഇവിടെ വന്നതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട്. അതായത് മഴക്കാലത്ത് രാമനും ലക്ഷ്മണനും കൂടെ ഈ വഴി നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് വലിയൊരു മഴ വന്നു. ആ മഴ വന്ന സമയത്ത് ശ്രീരാമൻ ഒരമ്പ് ഈ ക്ഷേത്രം നിൽക്കുന്ന ഭാഗത്തോട്ട് എയ്തുപോലും. അങ്ങനെ ഈ ഒരു കുന്നായിരുന്ന മാല്യവന്ത കുന്നിൽ ഒരു പാറ രണ്ടായിട്ട് വിള്ളലുണ്ടായി. ആ വിള്ളലിനടിയിലായിട്ട് ഇവർ ഈ മഴ കഴിയുന്നത് വരെ ലക്ഷ്മണനും രാമനും കൂടെ ഇവിടെ താമസിച്ചു. അതിനുശേഷമാണ് ഹനുമാന്റെ സൈന്യത്തിനോടൊപ്പം ലങ്കയിലേക്ക് പോകുന്നത്. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും കൂടെ ഒരു മഴക്കാലം മുഴുവൻ അഭയം തേടി താമസിച്ച ഒരു സ്ഥലമാണ് ഈ ഒരു മാല്യവന്ത കുന്ന് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ മാല്യവന്ത രഘുനാഥ ക്ഷേത്രം ഉണ്ടായത്. പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീരാമദേവനാണെങ്കിലും അതിനോട് ചേർന്നിട്ട് ഒരു ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രം കൂടെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഈ കയറി പോകുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ശ്രീരാമക്ഷേത്രമാണ്. കയറി പോകുന്ന സമയത്ത് ഇവിടെ ഒരു കാഴ്ച കാണാം. ഇവർ 24 മണിക്കൂർ ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കേട്ടോ. രാമായണമാണ് വായിക്കുന്നത്. അവരത് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നമുക്കിനി അകത്തോട്ട് പോവാം. ശ്രീരാമദേവനാണ്, സീതാദേവി, ഹനുമാൻ, ലക്ഷ്മണൻ, ഇവിടെ ഓരോ തൂണിലും ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. രാമനും ലക്ഷ്മണനും സീതാദേവിയും ഹനുമാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ഓരോ തൂണുകളിലും മറ്റും നമുക്ക് കൊത്തിവെച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതിലുള്ള മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ഇതിന് ഒരു വ്യത്യാസമുണ്ട്. വെള്ള പൂശിയ തൂണുകളുടെ ഹാളാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഭാഗത്തായിട്ടുള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട മധ്യഭാഗ അച്ചുതണ്ടിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ സമുച്ചയത്തിന് അഭിമുഖമായിട്ട് ചുറ്റുമതിലിനോട് ചേർന്നിട്ടൊരു നീണ്ട സ്തംഭം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വരുന്നവർക്ക് ഒരു അഭയസ്ഥാനമായിട്ടും പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമായിട്ടൊക്കെ ആ ഒരു ഭാഗം ഉപയോഗിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തായിട്ട് വലിയൊരു കല്യാണ മണ്ഡപവും ശ്രീകോവിലിന് വടക്ക് ഭാഗത്തായിട്ട് ഒരു ദേവിയുടെ ക്ഷേത്രവും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെയായിട്ട് കണ്ടോ, അതൊരു പാറയുടെ മുകളിലായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അത്ര മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുറകു ഭാഗത്തുനിന്ന് കംപ്ലീറ്റ് ഹംപിയും കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് ഹംപിയുടെ മുഴുവനായിട്ടുള്ള ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ.
അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായിട്ടൊരു ദേവീ ക്ഷേത്രം, അതാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു ലക്ഷ്മി ദേവിയുടെ ഒരു ക്ഷേത്രമാണ്. അത് ഈ ക്ഷേത്രത്തിൻ്റെ നേരെ വലതുഭാഗത്തായിട്ട്. ഞാൻ നിങ്ങളെ അഡ്വൈസ് ചെയ്യാണ്, ഒരു കാരണവശാലും സമ്മർ സീസണിൽ ഹംപിയിലോട്ട് വരരുത്. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഈ വെയിൽ നമുക്ക് താങ്ങാൻ പറ്റൂല. പിന്നെ ഇവിടെ വന്നല്ലോ, അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളെയൊക്കെ കാണിക്കണ്ടേ, അതുകൊണ്ട് മാത്രം പോവുകയാണ്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. 37-38 ഡിഗ്രിയാണ് കാലാവസ്ഥ. അപ്പം ഒരു കാരണവശാലും സമ്മറിൽ ഇങ്ങോട്ട് വരികയേ ചെയ്യരുത്. ഇനി നമുക്കിവിടെ കാണാനുള്ളത് അഷ്ടഭുജാകൃതിയിലുള്ളൊരു കുളിമുറിയാണ്. അതായത് ഒരു നടുക്ക് വെള്ളം നിറച്ചിട്ട് അതിന് ചുറ്റും ഒരു വരാന്തയും അതിന് താഴെയായിട്ട് വെള്ളം നിറച്ചിരുന്ന ഒരു കുളിമുറിയായിരുന്നു ഇത്. ഹംപിയിൽ നമുക്ക് കാണാനുള്ള മറ്റൊരു ഭംഗിയുള്ളൊരു സ്ട്രക്ചറാണ് ഈ ഒരു അഷ്ടഭുജാകൃതിയിലുള്ള കുളിമുറി. ഇവിടെ പ്രധാന റോഡിനോട് ചേർന്നൊന്നുമല്ല, ചന്ദ്രശേഖര ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഈ ഒരു അഷ്ടഭുജാകൃതിയിലുള്ള ഒരു കുളിമുറി ഉള്ളത്. നമുക്കിവിടെ വന്നാൽ ഇത് കാണാൻ വേണ്ടി പറ്റും. അധികം ആളുകളൊന്നും ഇങ്ങോട്ട് വരാറില്ല. അപ്പം വന്ന് ഇതുകൂടി ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇതാ റൂമിലെത്തി. നല്ല ക്ഷീണമുണ്ട്. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. അപ്പം നമ്മളങ്ങനെ അവിടുന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ ഹംപി ബസ് സ്റ്റാൻഡിലാണ്. 5:30 നമുക്ക് ഇവിടുന്ന് ഹോസാൽപേട്ടിലോട്ട് ബസ് ഉണ്ട്. അപ്പോൾ സമയം 5:20, ഒരു 10 മിനിറ്റ് കൊണ്ട് ബസ് ഇങ്ങോട്ട് വരും. What's the name? It's called hand pan. Hand My name pan. is Raj. Okay. This is small Indian musical shop. Okay. This is no own for Badagi. Okay. Bogle, nalle. അപ്പോൾ നിങ്ങൾ ഹംപിയിൽ വന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിക്കാം. ആ ഒരു ഭാഗത്തായിട്ടാണ് ഹംപി ബസ് സ്റ്റാൻഡ് വരുന്നത്. അപ്പം കണ്ടോ, അതിന് തൊട്ടടുത്തായിട്ടാണ് വിരൂപാക്ഷ ടെമ്പിൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് പോകാം. ഏറെക്കുറെ ബസ് വരാൻ ടൈമായി, ഒരു 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ബസ് വന്നു, നമ്മൾ ബസ്സിലോട്ട് കയറി. നല്ല തിരക്കാണ് ബസ്സിൽ, സീറ്റൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് പുറമെ കാഴ്ചകൾ മാത്രം ഇങ്ങനെ കാണാം. ബൈ. അങ്ങനെ ഞാനിവിടെ ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി. അവിടെ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ നടന്നതാണ്. അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. നമ്മുടെ ഹംപിയോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഹംപിയിൽ കണ്ട കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് പറയണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഇതുപോലെയുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള യാത്രകളുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.